ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ ഒരു ഉപദേശം കഥയിലൂടെ നമുക്കത് കേൾക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒരു ഇടവേളയിൽ തൻ്റെ രഥത്തിൽ തളർന്നിരിക്കുകയായിരുന്നു അർജുനൻ. കയ്യിൽ ഗാണ്ഡീവം ഉണ്ടെങ്കിലും മനസ്സിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. സാരഥിയായ കൃഷ്ണനെ നോക്കി അർജുനൻ പതുക്കെ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ഇതുവരെ വന്ന വഴി ശരിയാണോ? ഇതെല്ലാം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊരു രീതിയിൽ ആകുമായിരുന്നല്ലോ. ഇതെല്ലാം വിട്ടിട്ട് ശാന്തമായൊരു ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? കൃഷ്ണൻ ഉടനെ മറുപടി പറഞ്ഞില്ല. കൃഷ്ണൻ അർജുനനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു, അർജുന, നീ ഈ ചോദ്യം ചോദിക്കുന്നത് ഭയത്തിലാണോ അതോ സത്യത്തെ കേൾക്കാനാണോ? അർജുനൻ മൗനമായി. അവൻ്റെ കണ്ണുകളിൽ ആശയക്കുഴപ്പം വ്യക്തമായിരുന്നു. കൃഷ്ണൻ തുടർന്നു, നിനക്ക് അറിയാമോ ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന്? മറ്റൊരാളുടെ ജീവിതം സ്വന്തം ജീവിതമാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന്. അർജുനൻ ശ്രദ്ധയോടെ കേട്ടു. ഒരു മനുഷ്യന് യോജിക്കുന്ന വഴി മറ്റൊരാൾക്ക് യോജിക്കണമെന്നില്ല. നിന്റെ സ്വഭാവം, നിന്റെ കഴിവ്, നിന്റെ ഉൾവിളികൾ ഇവയെല്ലാം ചേർന്നതാണ് നിന്റെ വഴി. അത് ഒഴിവാക്കി മറ്റൊരാളുടെ ജീവിതം പിന്തുടർന്നാൽ പുറമെ വിജയം കിട്ടിയാലും ഉള്ളിൽ ശൂന്യതയാകും. അർജുനന്റെ മനസ്സ് പതുക്കെ തെളിഞ്ഞു. അർജുനൻ ചോദിച്ചു, പക്ഷേ കൃഷ്ണ, ഞാൻ തെറ്റായ വഴി തെരഞ്ഞെടുത്താൽ? കൃഷ്ണൻ പറഞ്ഞു, സ്വന്തം വഴി ഉപേക്ഷിച്ച് ജീവിക്കുന്നത് അതാണ് യഥാർത്ഥ നഷ്ടം. യഥാർത്ഥ തെറ്റ് അതാണ്. അർജുനന്റെ മനസ്സുറച്ചു. അപ്പോഴേക്കും അങ്ങകലെ ശംഖുലി മുഴങ്ങി. യുദ്ധം വീണ്ടും തുടങ്ങി. അർജുനൻ ഉറച്ച മനസ്സോടെ വീണ്ടും ഗാണ്ഡീവം പിടിച്ചു. ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഭയം ഇല്ലായിരുന്നു. സ്വന്തം കർത്തവ്യത്തെക്കുറിച്ചുള്ള വ്യക്തത മാത്രമാണ് അവിടെ ഇപ്പോൾ. മറ്റൊരാളുടെ പൂർണ്ണമായ ജോലി അനുസരിക്കുന്നതിനേക്കാൾ സ്വന്തം ജോലി അപൂർണമായാലും ചെയ്യുന്നതാണ് മികച്ചത്. ജീവിതത്തിൽ മികച്ച തൊഴിൽ എന്നൊന്നില്ല. നിനക്ക് ശരിയായ വഴി മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ അനുകരിച്ച് നേടുന്ന വിജയം താൽക്കാലിക സന്തോഷം മാത്രം നൽകും. പക്ഷേ സ്വന്തം സ്വഭാവത്തോട് ചേർന്നു നിന്നുള്ള പരിശ്രമത്തിൻ്റെ ഫലം ദീർഘകാല സംതൃപ്തി നൽകും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ സമ്മർദ്ദം നോക്കാതെ നിങ്ങളുടെ കഴിവുകളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഫലം എങ്ങനെയായാലും ആ വഴി നിങ്ങളെ ഉള്ളിൽ നിന്നും തൃപ്തിപ്പെടുത്തും. ആത്മസംതൃപ്തിയോളം വലുതല്ല മറ്റൊന്നും. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.